ഹലോ ഗായ്സ് വെൽക്കം ടു തൈപൊളി. ഈ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല നിങ്ങൾ? ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. ഇല്ല. കഴിച്ചോ നമുക്ക്? പക്ഷേ ഇത് എങ്ങനെ ചെത്തുക? ഞങ്ങൾ ഇതുവരെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ എല്ലാവരും പറയണു ഒരു സമയത്ത് ട്രെൻഡായിരുന്നു ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി. ഞങ്ങളും അറിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളും വിചാരിച്ചു അതങ്ങ് കഴിച്ചേക്കാം. കഴിച്ച അതിൻ്റെ ടേസ്റ്റ് എന്തൊട്ടാണ് ഇതിൽ ഇത്ര അധികം ഉള്ളത് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് 4 പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ടേസ്റ്റ് നോക്കാൻ പോവാണ്. കളറൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും സാധനം കിടുമായിരുന്നു കേട്ടോ. വലിയ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് ഇതിന് പ്രത്യേക ഒരു പുളിരസമോ മധുരമോ അങ്ങനെ ഒരു രുചിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാധനം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കഴിക്കാനൊക്കെ സൂപ്പറാണ്. പക്ഷേ നമ്മളിത് കഴിച്ച് ഇഷ്ടപ്പെടണം കേട്ടോ. അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യത്തെ ബൈറ്റില്ലെങ്കിൽ നമുക്കിത് ഇഷ്ടപ്പെടില്ല. പക്ഷെ പിന്നീട് കഴിച്ച് നമുക്കിത് ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവർക്കും ഇതുപോലെയാണ് എക്സ്പീരിയൻസ് എന്ന് അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു പീസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 3 ആളല്ലേ കഴിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇതെടുത്തങ്ങ് ഷെയ്ക്ക് ഉണ്ടാക്കിയാലോ. തന്നെ കഴിക്കണേക്കാട്ടും രുചി ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടാണെന്ന് ആരോ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറൊരു എക്സ്ട്രാ ഡ്രാഗൺ ഫ്രൂട്ടും കൂടി ഉണ്ടായിരുന്നു. അത് വൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് നമ്മൾ മുറിക്കുകയാണ്. അപ്പോൾ അഭിചേട്ടനാണ് കേട്ടോ ഇത് മുറിക്കുന്നത്. അഭിചേട്ടൻ പിന്നെ ഇതിലൊക്കെ സകലകലാവല്ലഭനായ കാരണം ആളഞ്ഞ് ഇത് എല്ലാം ഏറ്റെടുത്ത് അങ്ങ് ചെയ്തു. ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം കഴിക്കാനായിട്ട് കൊതിയും വിട്ട് അവിടെ നിന്നു. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നടുകണ്ട മുറിച്ച് ഇത് എളുപ്പത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ പക്ഷേ അതിൻ്റെ തോല് കാണാൻ നല്ല രസമുണ്ടല്ലേ. വെറുതെ അല്ലേ ഇതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പേര് വന്ന്. അപ്പോൾ ഈ വൈറ്റും കൂടി നമ്മളങ്ങ് കട്ട് ചെയ്തേക്കാണ്. ഇതിൽ വൈറ്റിൽ ഈ കുരു കാണുമ്പോൾ നമുക്ക് കസ്കസിന് ഓർമ്മ വരില്ലേ? കസ്കസ് ഓർമ്മയില്ലേ? നമ്മുടെ പ്രേമം സിനിമയിൽ മറ്റേ വെള്ളത്തിലിട്ട് കുടിക്കുന്ന സാധനം. ഇപ്പം എല്ലാവരും അത് യൂസ് ചെയ്യും. അപ്പോൾ നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക്, അതായത് ജ്യൂസറിലേക്ക് നമ്മൾ നുറുക്കി വെച്ച ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഇട്ടു കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ബാക്കി ഉണ്ടായിരുന്ന ആ റെഡ് കളർ ഉണ്ടല്ലോ ഡ്രാഗൺ ഫ്രൂട്ട്, റെഡ് കളർ ഡ്രാഗൺ ഫ്രൂട്ടിനെയും കൂടി ഇട്ടു. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കാം കേട്ടോ. തേനിന് പകരം നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ഞങ്ങളിവിടെ തേനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിനും മെച്ചം, ടേസ്റ്റും ഉണ്ടല്ലോ. പിന്നെ നമ്മളിവിടെ ശുദ്ധമായ പാലെടുത്തു കേട്ടോ. ആവശ്യത്തിന് പാൽ നമുക്ക് ഏകദേശം ഒരു ഊഹം കിട്ടും എത്രത്തോളം വേണമെന്ന്. അത് ഏകദേശം മുങ്ങി കിടക്കുന്ന തരത്തിലുള്ള പാലെടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി മിക്സിയുടെ ജാറിലിട്ട് അങ്ങ് അടിച്ചേക്കാം കേട്ടോ. അങ്ങനെ മിക്സിയുമായുള്ള നമ്മുടെ അംഗത്തിന് ശേഷം സാധനം ഇവിടെ റെഡി ആയിട്ടോ. നമുക്കും അറിയില്ല എന്താ ടേസ്റ്റ് എന്ന്, എല്ലാം ഒരു ഊഹാപോഹത്തിന് അങ്ങോട്ട് തയ്യാറാക്കിയെന്നേ ഉള്ളൂ. അപ്പം നമ്മളിത് എന്തായാലും തുറന്ന് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിക്കുകയാണ്. പക്ഷെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല പാലിൻ്റെയും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒക്കെ കലർന്നൊരു മണം കേട്ടോ. ഇപ്പോൾ ഫുള്ളൊരു പിങ്കിഷ് ആയില്ലേ. നമ്മുടെ ആ എല്ലാം കൂടി നല്ല കാണാൻ ലുക്കുള്ള ഒരു ഡ്രിങ്ക് റെഡി ആയിരിക്കുകയാണ്. കുടിച്ചു നോക്കിയപ്പോഴും അതിലും ഗംഭീരം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.